ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാൽ. എങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെ കുത്തിപ്പൊക്കുന്ന അച്ചമ്മേനെയാണ് കേട്ടോ. അപ്പൊ അച്ചമ്മ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ ഉള്ളൂ എന്നും പറഞ്ഞാണ് ശ്രുതിനെ കുത്തിപ്പൊക്കുന്നത്. കോലം വരയ്ക്കണം, നീ ഈ വീട്ടിലെ മൂത്ത മരുമകളാണ്, ഇനി നീ വേണം ഇവിടെ കോലം വരയ്ക്കാൻ, എന്നാൽ മാത്രമേ ഐശ്വര്യ ദേവത ഇവിടെ കയറി വരത്തുള്ളെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ്, ഈ കണ്ട പെണ്ണുങ്ങളെയൊക്കെ വീട്ടിൽ എന്തിനാ വിളിച്ച് കയറ്റി ഇരുത്തുന്നത്, എന്തിന്റെ കേടാ അച്ചമ്മയ്ക്കെന്ന്. അപ്പോഴത്തേക്കുമാണ് മുത്തശ്ശി പറഞ്ഞത്, എടാ ഐശ്വര്യ ദേവത എന്ന് പറഞ്ഞാൽ എന്താന്ന് നിനക്ക് അറിയത്തില്ലടാ, നീ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്, നീ എവിടെ മിണ്ടാതെ കിടക്ക. മോളെ ശ്രുതി, നീ ഇങ്ങ് ബാ, നീ എണീറ്റേ വന്നേ, നീ പോയി കോലം വരച്ചേ. ദേ ഒരു നല്ല പെൺകുട്ടിയുടെ ലക്ഷണം, രാവിലെ എണീക്കുക, മുറ്റത്ത് കോലം വരയ്ക്കുക എന്നൊക്കെ രേവതിക്ക് പറ്റത്തില്ല. ഇനിയിപ്പൊ രേവതിക്ക് പറ്റാമെങ്കിൽ തന്നെ നീ ഇനി ഇവിടെ എന്നും കോലം വരയ്ക്കാൻ പോകുന്നത്. അയ്യോ അച്ചമ്മേ, എനിക്ക് കോലം വരയ്ക്കാനൊന്നും അറിയില്ല. അതൊക്കെ ഇങ്ങനെയല്ല പഠിക്കുന്നത്, എണീറ്റ് പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വാ എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിനെ കുത്തിപ്പൊക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ അച്ചമ്മ പറഞ്ഞു, അതെ അച്ചമ്മ, കോലം വരയ്ക്കാനുള്ള പൊടി ശരിയാക്കാം, നാളെ മുതൽ അച്ചമ്മയുടെ മോള് തന്നെ പൊടിയും ശരിയാക്കണം. ദേ എങ്ങനെയാണെന്ന് ഈ അച്ചമ്മ നിന്നെ പഠിപ്പിച്ചു തരാം. അത് പിന്നെ അച്ചമ്മ ഇച്ചിരി നേരം കൂടി കിടന്നോട്ടെ. അയ്യോ വേണ്ട വേണ്ട, ദേ വയസ്സാം കാലത്തും ഓരോരോ പ്രാരാബ്ദങ്ങളെ, എനിക്ക് വന്ന ഓരോരോ ഗതികേടെ, എന്റെ കുഞ്ഞെ നീ അവിടെ എണീറ്റു വാ എന്നും പറഞ്ഞു പതുക്കെ അച്ചമ്മ പോവുക. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ ശ്രുതി ആണെങ്കിൽ ശ്രുതിനെ കുത്തിപ്പൊക്കുക. ദേ കള്ളയുറക്കം ഉറങ്ങല്ലേ, അതിരാവിലെ തന്നെ അച്ചമ്മ എനിക്ക് കൊണ്ടുതന്ന പാര കണ്ടില്ലേ? പാരയോ? എന്ത് സ്നേഹത്തോടെ അച്ചമ്മ നിന്നോട് സംസാരിച്ചത് ഞാൻ കേട്ടു. അച്ചമ്മ പറയുന്നതൊക്കെ അനുസരിച്ച് നിന്നാലേ പെട്ടെന്ന് നമുക്ക് കുറേ സ്വത്തുകളൊക്കെ എഴുതി തരും, ഇല്ലെങ്കിൽ ദേഷ്യം വരും. അത് പിന്നെ രാവിലെ കുളിക്കരുതെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് അച്ഛമ്മയോട് ശ്രുതി ഒന്ന് പോയി പറ. അതിന് ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അല്ല ഡോക്ടർ പറഞ്ഞിട്ടില്ലെന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂ, അച്ഛമ്മയ്ക്ക് അറിയത്തില്ലല്ലോ. ഒന്ന് പോയി പറയ, എനിക്ക് വയ്യ രാവിലെ കുളിക്കാന്. അല്ല ഇനി ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നുള്ള കാര്യം നമുക്കറിയാലോ, അപ്പൊ അത് ശരിയാണോ? അച്ചമ്മയോട് കള്ളം പറയാനല്ലേ ഞാൻ പറഞ്ഞത്. കള്ളം പറയാത്ത ഒരു സാധനം. അതാ അച്ചമ്മയോട് കള്ളം പറഞ്ഞാലും രാവിലെ കുളിക്കുന്നതിൽ നിനക്ക് കുഴപ്പമൊന്നും ഇല്ലെന്നുള്ള കാര്യം നമുക്കറിയാലോ. നമുക്കറിയാമെങ്കിൽ അച്ചമ്മയ്ക്ക് ഇത് അറിയില്ലല്ലോ. അല്ല ശ്രുതി, നമുക്കറിയാവുന്ന കാര്യം അച്ചമ്മയ്ക്ക് അച്ചമ്മയോട് എങ്ങനെ സോറി നമുക്ക് അറിയില്ലാത്ത കാര്യം നമ്മൾ എങ്ങനെ അച്ചമ്മയോട് പറയും? രാവിലെ കുളിച്ചാലും വൈകുന്നേരം കുളിച്ചാലും നിനക്ക് ഒരുപോലെ തന്നെയല്ലേ, പിന്നെ എന്താ? വേണ്ട കൂടുതലൊന്നും പറയണ്ട. അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ. വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഞാനേ പോയി തല നനച്ചിട്ട് ഒരു തോർത്തൊക്കെ തലയിൽ കെട്ടിയിട്ട് വരാൻ, കുളിച്ച മട്ടില്. എന്നിട്ട് അച്ചമ്മയുടെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കാം. അതായിരിക്കും എനിക്ക് നല്ലത്. ശ്രുതിയെ ഇവിടെ മൂടി പൊതച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ, ഞാൻ പോട്ടെ, എണീറ്റ് പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി എണീറ്റ് പോവുകയാണ് കേട്ടോ. അങ്ങനെ വെളുപ്പാങ്കാലത്തെ ആ നല്ല ഉറക്കം കളഞ്ഞു കേട്ടോ നമ്മുടെ അച്ചമ്മ ശ്രുതിയുടെ. അപ്പോഴത്തേക്കാണെങ്കിൽ ശ്രുതി ഇങ്ങനെ ചിന്തിക്കുക, അല്ല ഡോക്ടർ അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ എന്തിനാ അച്ചമ്മയോട് പറയണത്? അതെന്തിനാ ശ്രുതി അങ്ങനെ പറഞ്ഞത്? ഈ ശ്രുതിക്ക് ഒരു കാര്യം പറഞ്ഞാൽ തലേ കയറത്തില്ലെന്ന് പറഞ്ഞോണ്ട് ആ മന്ദബുദ്ധി വീണ്ടും പുതച്ച് കൂടി കിടക്കാൻ തുടങ്ങിയിട്ട്. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് കോലം വരയ്ക്കാനുള്ള പൊടിയൊക്കെ തയ്യാറാക്കിയിട്ട് അച്ചമ്മ ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ചുമ്മാ കുളിച്ചു എന്നൊക്കെ ഉള്ള ഒരു ഇതില് തലയിൽ തോർത്തൊക്കെ കെട്ടിയിട്ട് ശ്രുതി വന്നു. അപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞു, നീ വന്നോ, ബാ മോളെ, ബാ നമുക്ക് കോലം ഇടാം. ഇന്ന് മോളെ ഞാൻ കോലം ഇടാൻ പഠിപ്പിക്കുക, ഐശ്വര്യമായിട്ട് മോളിട്ട് തുടങ്ങിക്കോ, എല്ലാ കാര്യവും ഞാൻ പഠിപ്പിച്ചു തരാം. നാളെ മുതൽ കോലത്തിനുള്ള പൊടി മോള് തന്നെ തയ്യാറാക്കണം കേട്ടോ, ഞാൻ എല്ലാം പറഞ്ഞു തരാം, എല്ലാം പറഞ്ഞ് പഠിപ്പിക്കാം കേട്ടോ. ശരി അച്ചമ്മേ, ഇന്നാ പിടിക്ക എന്നും പറഞ്ഞുകൊണ്ട് ആ പൊടി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് മനസ്സോടെ ആ ശ്രുതി കോലം ഇടാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മുടെ അച്ചമ്മ പറഞ്ഞു, മോളെ ബാ, നീ മടിച്ചു നിൽക്കില്ലേ, ഇതൊക്കെ മനസ്സോടുകൂടി ചെയ്യേണ്ട കാര്യമല്ലേ, മോൾ ഇവിടെ ഇരുന്നേ, എങ്ങനെയാ ഇടേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം, ആദ്യം മോള് തുടങ്ങിക്കോ എന്ന് പറയാ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ആ ഒരു ഇതൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ ഗുണവും പ്ലസും ഒക്കെ ഇങ്ങനെ വരച്ചു വെക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞു, മോളെ നീ എന്താ ഈ കാണിക്കുന്നത്? അയ്യോ ദേ അങ്ങനെയൊന്നും അല്ല, വലിയ മലേഷ്യക്കാരിയാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വീട്ടുമുറ്റത്ത് കോലമിടേണ്ടത് എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല. അത് പിന്നെ മലേഷ്യയിൽ എൻ്റെ ഫാമിലിക്ക് കോലത്തിന്റെ ബിസിനസ് അല്ലായിരുന്നു അച്ചമ്മ. ഇതൊക്കെ അച്ചമ്മയെ പോലെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തവർക്ക് പറഞ്ഞിട്ടുള്ളതാ. അപ്പോഴത്തേക്ക് നമ്മുടെ അച്ചമ്മയ്ക്ക് ദേഷ്യം വന്നു കേട്ടോ. അത്രയ്ക്ക് പാടില്ലല്ലോ. അച്ചമ്മയ്ക്ക് കലി വന്നു, ദേഷ്യമല്ല, അതിന് വേറെ കലി വന്നു. കലി വന്നിട്ട്
ഛേ, ഇതെന്താ ശ്രുതി കാണിക്കുന്നത്? ഇങ്ങനെയാണോ കോലം വരയ്ക്കുന്നത്? ഓ, ഇത് കണ്ടിട്ട് എന്തോ പോലെ തോന്നുക. മലേഷ്യയിൽ ജോലിയും ബിസിനസ് ഒക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? സാമാന്യ ഒരു ബോധം വേണ്ടേ? ആ ബോധം പോലും മോളെ ശ്രുതി നിനക്കില്ലെന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി അതൊന്നും മൈൻഡ് ചെയ്യാതിരുന്നു ഭയങ്കര കോലം വരയാ. അപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞു, കൈ നന്നായിട്ട് അങ്ങ് വളയട്ടെ. നീ എന്തിനാ മോളെ ബലം പിടിക്കുന്നത്? ഒരു ജോലിയും ചെയ്ത് ശീലമില്ലാത്ത കൈയാണെന്ന് കാണുമ്പോ തന്നെ അറിയാം, അതാ വഴങ്ങാത്തത്. പിന്നെ ആ, ഞാൻ സത്യം മോളെ പറഞ്ഞത്. ചതാന്നിരിക്കുക, ഇങ്ങനെയൊന്നും അല്ല കോല വരയ്ക്കേണ്ടത്. അപ്പൊ നമ്മുടെ സച്ചി ഇറങ്ങി വന്നിട്ട് ഈ കാഴ്ച കണ്ട് ഞെട്ടിപ്പോവാണ് കേട്ടോ. സച്ചി, എന്താ ഇത്? പൗഡർ ഇടത്തി? അയ്യോ ശിവ ശിവ, എന്റെ ഗുരുവായൂരപ്പ, നാം എന്താ ഈ കാണുന്നത്? ചന്ദ്രോദയം തറവാട്ടിലെ കൊച്ചു തമ്പുരാട്ടി കോലം വരയ്ക്കുന്നോ? എന്റെ ദൈവമേ, എന്റെ ശിവനെ, ശിവ ശിവ. അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛൻ പറഞ്ഞു, നീ എന്തിനാ ഇത്ര നേരത്തെ എണീറ്റ് വന്നത്? പോയി കുറച്ചു നേരം കൂടെ കിടന്നുറങ്ങടാ. ആ, ഇവിടെ ചിലരെ പോലെ ഉച്ചിയിൽ വെയിലടിക്കുന്നത് വരെ കിടന്നാലേ അതെനിക്ക് ഇഷ്ടമല്ല. രേവതിക്കും നേരത്തെ ഉണർന്ന ആ ശീലം. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഒരു രേവതി എന്നിങ്ങനെ മനസ്സിൽ പറയാ. അപ്പൊ അച്ഛമ്മ പറഞ്ഞു, കുറച്ച് നാളത്തേലും നിന്റെ ശീലങ്ങളൊക്കെ മാറ്റി വെക്കണം. നിങ്ങൾ രണ്ടുപേരും പരമാവധി വിശ്രമിക്കണം. ഇവിടത്തെ ജോലിയൊക്കെ ചെയ്യാൻ ശ്രുതിമോളുണ്ടല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? അപ്പൊ ശ്രുതി ചോദിക്കുക, ഞാനോ? ആ, നീ തന്നെ. മോൾ ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യൂലോ. അല്ല മോളെ, നീ എന്തിനാ കോലമിടുന്ന ഇടയിൽ എണീറ്റ് പോകുന്നത്? നന്നായിട്ട് കുനിഞ്ഞ് നിന്ന് കോലമിട്. നന്നായിട്ട് കുനിയണം, നല്ല വളഞ്ഞു വേണം ഇരുന്ന് കോലമിടാന്. എന്നാലേ കൈക്കും ആ ഒരു ഇത് വഴക്കം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അവിടെ നിന്ന് ഇരുന്ന് കോലമിട്ടേന്ന് പറയാം. നമ്മുടെ സച്ചി ഇത് കണ്ടിട്ട് ആസ്വദിക്കാണ് കേട്ടോ. സച്ചി പറഞ്ഞു, അയ്യോ അവിടെയല്ല അങ്ങനെ ചെയ്യേണ്ടത്, ഇപ്പുറത്തെ വശത്ത് അങ്ങനെ ചെയ്യേണ്ടത്. അയ്യോ, അത് അപ്പുറത്ത്, അത് ഇടത്തേക്ക്, അത് വലത്തേക്ക്, അത് മുമ്പോട്ട്, പുറകോട്ട് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സച്ചി വെറുതെ ഓരോ അഭിപ്രായങ്ങൾ പറയാം. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, എവിടെ വളയണമെന്നും എവിടെ വളയ്ക്കണമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. വണ്ടി മാത്രം വളയ്ക്കാൻ അറിയാവുന്നവര് അവിടെ ഇരുന്നാ മതി. കൂടുതൽ ഇങ്ങോട്ട് അഭിപ്രായം പറയണ്ട. അയ്യോ, ഒരു ജോലി തെറ്റായിട്ട് ചെയ്യുന്നത് കണ്ട ആർക്കാണെങ്കിലും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കോലം തെറ്റിയാൽ എന്റെ വീടിന്റെ ഐശ്വര്യത്തെ അത് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ശ്രുതി പറഞ്ഞു, അച്ഛമ്മേ, ഇവനോട് ഇവിടെ നിന്ന് എണീറ്റ് പോകാൻ പറഞ്ഞ്, അല്ലെങ്കിൽ ഞാൻ പോകും. ഓ, നീ പോയത് തന്നെ. സച്ചി, നീ മുറിയിലേക്ക് ചെന്നേ. രാവിലെ എണീറ്റ് ശീലം ഉള്ളത് കൊണ്ട് രേവതി മോള് പെട്ടെന്ന് ഉണരും. നീ അവിടെ പോയിരുന്ന് കുറച്ചു നേരം കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കും. ചെല്ല്. അല്ല അച്ഛമ്മേ, ഞാൻ പോയി അടുക്കളയിൽ കയറണം. വേണ്ട വേണ്ട, അടുക്കളയിൽ നീ കയറണ്ട. ഇവിടുത്തെ ജോലിയൊക്കെ ഇന്ന് ശ്രുതിമോളാ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അടുക്കളയിലേക്ക് ആരും വരണ്ട. ഇന്നിവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നതേ ശ്രുതിമോളുടെ കൈയും കൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണമാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അയ്യോ, വായിൽ വെക്കാൻ പറ്റുന്നത് വല്ലതും ആയിരിക്കും അച്ഛമ്മ ഉണ്ടാക്കുന്നത്. അതൊക്കെ ഇവക്കറിയാം. നീ ചുമ്മാ ഇവളെ കളിയാക്കാതെ. ഇവള് നന്നായിട്ട് ഉണ്ടാക്കും. മലേഷ്യയിൽ നിന്ന് എല്ലാം പഠിച്ചിട്ടാ ഇവള് വന്നിരിക്കുന്നത്. ഇവളുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഏതായാലും സച്ചി മോനെ, നീ അകത്തേക്ക് കയറിപ്പോക്കെ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി, പൗഡർ എടുത്തി, സമയമുണ്ടെ കാറും കൂടി ഒന്ന് കഴുകിയിടണേ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, കാറല്ല നിന്റെ എന്നും പറഞ്ഞ് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ സച്ചി അങ്ങ് കയറിപ്പോയി. അപ്പൊ അച്ഛമ്മ പറഞ്ഞു, മോളെ നീ കോലവിട്, നീ പെട്ടെന്ന് കോലവിട്ടെ എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി വീണ്ടും കോലവിടാൻ തുടങ്ങി. എങ്ങനെയൊക്കെയോ കാണിച്ചൊക്കെ കൂട്ടുന്നുണ്ട്. അങ്ങനെ കോലമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛമ്മ പറഞ്ഞു, ഇത് രേവതി ഇടുന്ന കോലത്തിന്റെ അത്രയും വൃത്തിയായിട്ടില്ല. പക്ഷെ ഇനി എല്ലാ ദിവസവും നീയല്ലേ കോലം വരയ്ക്കേണ്ടത്. അപ്പൊ ഇത് ശരിയായിക്കോളും. ശ്രുതി, എല്ലാവർക്കും ഉള്ള ചായ എടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തുടങ്ങിയാൽ മതി. ഞാനോ? അച്ഛൻ എന്താ ഈ പറയുന്നത്? പിന്നല്ലാതെ നീയല്ലേ ഉണ്ടാക്കേണ്ടത്. ചന്ദ്ര ഇവിടെ ഇല്ല, രേവതിക്ക് സുഖമില്ല. ആ സ്ഥിതിക്ക് കുടുംബത്തുള്ളവർക്ക് വല്ലതും വെച്ച് വിളമ്പി ഉണ്ടാക്കി കൊടുക്കേണ്ടതേ മൂത്ത മരുമകളായ നിന്റെ കടമയല്ലേ. അപ്പൊ നീയല്ലേ അത് ചെയ്യേണ്ടത്. ചെല്ല്, എന്റെ മോൾ അങ്ങോട്ട് ചെന്നേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതിനെ അച്ഛമ്മ ഉന്തി തള്ളി വിടുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അച്ഛമ്മ പെട്ടെന്ന്, അതേ മോളെ, ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇങ്ങ് വന്നേ. എന്താ അച്ഛമ്മ, ഞാനൊരു ജോലിയും ചെയ്യണ്ടേ? അതൊന്നുമല്ല, ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടേ നീ അത് തന്നെ നോക്കി നിൽക്കണ്ട. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അതെല്ലാം കൂടെ നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചേരേട്ടോ. പാത്രം കഴുകാനോ? പാത്രങ്ങളൊക്കെ ഒരച്ച് തേച്ച് കഴുകുമ്പോഴത്തേക്കും വെള്ളം തിളയ്ക്കും. പിന്നെ പാല് കൂടി കാച്ചിയാലേ ഇത്തിരി തേയിലയും പഞ്ചസാരയും ഇട്ട് പെട്ടെന്ന് നമുക്ക് ചായ ഉണ്ടാക്കി എടുക്കാൻ പറ്റൂലോ. അതുകൊണ്ട് മോള് പെട്ടെന്ന് ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സാവധാനം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഏതായാലും മോള് ചെല്ല്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി, വേഗം അങ്ങ് പോയേക്കാം, അല്ലെങ്കിൽ ഇനി ഇവിടെ നിന്നാൽ അടുത്ത ജോലിയും കൂടെ ഏൽപ്പിക്കും എന്ന് പറഞ്ഞ് ശ്രുതി പെട്ടെന്ന് അവിടെ നിന്ന് മുങ്ങുക. അപ്പോഴേക്കും അച്ഛമ്മ പറയുക, നിന്റെ മടിയൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല മോളെ.
ഒന്നെങ്കിൽ നീ മര്യാദക്കാരിയാകും, അല്ലെങ്കിൽ എന്നെ പേടിച്ച് നീ മലേഷ്യയിലേക്ക് ഓടിപ്പോകും. ഇതിൽ രണ്ടെണ്ണത്തിലേതെങ്കിലും ഒന്നായിരിക്കും നടക്കാൻ പോവുക. ഏതായാലും ഈ സമയത്ത് ശ്രുതി കിച്ചണിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ബോധം കെട്ടുപോയോ. എൻ്റെ ഈശ്വര, ഇതെന്താ ഇത് ഇത്രയും പാത്രം, ഇതെല്ലാം കൂടെ എങ്ങനെ കഴുകി വെക്കും? എൻ്റെ ജന്മത്തിൽ ഞാൻ അടുക്കളയിൽ കയറി ജോലി ചെയ്തിട്ടില്ല. അച്ഛമ്മയുടെ പേരിൽ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കണം, അതാ വേണ്ടത്. ഇതെല്ലാം കൂടി ഇനി എപ്പം ഞാൻ കഴുകി പറക്കി തീരാനേ എൻ്റെ ഈശ്വര. ഇന്നാണെങ്കിൽ ഔട്ടിങ്ങിന് പോകാന്നൊക്കെ ഓർത്തിരുന്നതാ. ഇന്നിതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇതെല്ലാം കഴുകി വെച്ചിട്ട് എപ്പോഴും ഔട്ടിങ്ങിന് പോകുന്നത്? ഇത് എനിക്കിട്ട് പണി തന്നതാ, അത് ഉറപ്പുള്ള കാര്യമാണ്. തള്ള എനിക്കിട്ട് പണി തന്നത് തന്നെയാ എന്നൊക്കെ പറഞ്ഞ് പതുക്കെ ഓരോ ഭാഗത്തേക്ക് പോയി നോക്കുക. അപ്പോൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കൂടി കൂടി പാത്രം ഇട്ടേക്കാണ് കേട്ടോ. ഇപ്പൊ രാത്രിയോ കഴുകി പറക്കിയൊന്നും വെച്ചിട്ടില്ല, പാത്രം എല്ലാം നിരന്ന് കിടപ്പുണ്ട്. അങ്ങനെ പാത്രം എല്ലാം കൂടെ ഇപ്പൊ ഇറക്കി ഇടുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ശബ്ദം കേൾക്കുക. ശബ്ദം കേട്ടിട്ട് നമ്മുടെ ശ്രുതി വരിക. എന്താ ഈ കാണിക്കുന്നത്? ഈ പാത്രങ്ങളൊന്നും ഇങ്ങനെ വലിച്ചെറിയല്ലേ ശ്രുതി. അച്ചമ്മ എങ്ങാനും ഈ ശബ്ദം കേട്ടാലേ നീ മനഃപൂർവ്വം വലിച്ചെറിയുന്നേ വിചാരിക്കത്തുള്ളൂ. ശ്രുതി, ഈ എച്ചിൽ പാത്രങ്ങൾ കണ്ടോ? ഇന്നലെ രാത്രി രേവതി അച്ചമ്മയും അച്ഛനും ഒക്കെ അച്ചമ്മയും സച്ചിയൊക്കെ കൂടി കഴിച്ചതാ. ഇത് മൊത്തം ഞാൻ കഴുകണം പോലും. ദേ, ഇന്ന് രാവിലെ എനിക്ക് പണി തരാൻ ഇന്നലെ രാത്രി തന്നെ അച്ചമ്മ തീരുമാനിച്ചിട്ടുണ്ട്. അതല്ലേ ഇതിന്റെ അർത്ഥം? ദേ, എന്റെ ഊഹം ശരിയാണെങ്കിലേ ഇന്നലെ രാത്രിയിലല്ല അച്ചമ്മ പണി തരാൻ തീരുമാനിച്ചത്. നിനക്ക് പണി തരാൻ തീരുമാനം എടുത്തിട്ട അച്ചമ്മ ഇങ്ങോട്ടേക്ക് വന്നത്. അതാ എനിക്ക് തോന്നുന്നത്. അല്ലാതെ അച്ചമ്മ വന്നത് രേവതിക്ക് വയ്യാത്തത് കൊണ്ടൊന്നും അല്ല. നിന്നെ പണി എടുപ്പിച്ച് കൊല്ലണം. ഇത്രയും ഇതൊക്കെ ചെയ്യാൻ ഞാൻ എന്താ ചെയ്തത്? എന്റെ പൊന്നു ശ്രുതി, ഒന്ന് പറ. തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഈ ലോകത്തുണ്ടോ ശ്രുതി? ഈ കണക്കിന് പോയാലേ അച്ചമ്മ എന്നെ രേവതിയുടെ ജോലിക്കാരിയാക്കും. അതിനുവേണ്ടി എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് രേവതിനെ കാലൊടിഞ്ഞതാണെന്ന് അഭിനയിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. ദേ ശ്രുതി, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. ഇപ്പം തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. എല്ലാവർക്കും വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കുക. ശ്രുതിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി. 8ന്റെ പണി കിട്ടിയത് എനിക്കല്ലേ, ജോലിയെല്ലാം ചെയ്യേണ്ടത് ഞാനല്ലേ. ഇത് ഞാൻ എങ്ങനെ സഹിക്കും? ഇതുവരെ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. പാത്രങ്ങളൊക്കെ ശ്രുതി കഴുകിക്കോ. അതാവുമ്പോ കുഴപ്പമില്ലല്ലോ. അയ്യോ, ഞാൻ പാത്രം കഴുകാനോ? ഏതെങ്കിലും വിധത്തിലേ നിന്നെ സഹായിക്കാൻ എന്റെ കൈ തല്ലി ഓടിക്കുന്ന അച്ചമ്മ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കണ്ടോ, അച്ചമ്മ എന്നെ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണെന്നുള്ളതിന് ഇതിന് വേറെ വല്ല തെളിവുണ്ടോ? വേണ്ടല്ലോ, ഈ ഒരു തെളിവ് പോരെ. വേറൊരു മരുമോളും കൂടി ഇവിടെ ഉണ്ടല്ലോ, വലിയ ശബ്ദധാരം വർഷ. അവളെ എന്താ അച്ചമ്മ ഇങ്ങോട്ട് പറഞ്ഞു വിടാത്തത്? എന്റെ പൊന്നു ശ്രുതി, നീ ഒന്ന് അടങ്ങ്. തൽക്കാലം അച്ചമ്മ പറയുന്നത് പോലെ എല്ലാം ഒന്ന് ചെയ്യ്. നീ അഡ്ജസ്റ്റ് ചെയ്യുക. ഈ പാത്രങ്ങളൊക്കെ കഴുകി എല്ലാവർക്കും ചായയും കാപ്പിയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ഒന്ന് കൊടുക്ക്. അപ്പോഴേക്കും നമുക്ക് ഇവിടുന്ന് പോകാനുള്ള സമയമാവുമല്ലോ. അപ്പൊ നമുക്ക് ഔട്ടിങ്ങിന് പോകാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. ദേ, ഇവിടെ ആർക്കും അറിയില്ലല്ലോ നമുക്കിന്ന് ജോലിയൊന്നും ഇല്ല എന്നുള്ള കാര്യം. അപ്പൊ പിന്നെ നമുക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടുന്ന് മുങ്ങാലോ. ഇന്നലെ രാത്രി പ്ലാൻ ചെയ്തതുപോലെ നമുക്ക് ഔട്ടിങ്ങിന് പോകാം, അടിച്ചു പൊളിക്കാം. അതുകൊണ്ട് ഇപ്പൊ നീ ഒരു കാര്യം ചെയ്യ്, ആ പ്ലാൻ ഒന്നും മാറ്റാതെ ഇപ്പൊ ഇതൊക്കെ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണ്ട്, പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. അപ്പൊ ഞാൻ ഈ ജോലിയൊക്കെ ചെയ്യണമെന്നാണോ ശ്രുതി പറയുന്നത്? ഇപ്പൊ തൽക്കാലം ചെയ്യ്. ഇപ്പൊ തൽക്കാലം നമ്മൾ അച്ചമ്മേനെ പിണക്കണ്ട. നമുക്ക് നമ്മുടെ കാര്യം നടന്നാൽ പോരെ. 9 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. അതിനു മുമ്പ് നീ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുക. ഒട്ടും വൈകിക്കണ്ട കേട്ടോ. പെട്ടെന്നാട്ടെ ഞാനേ അപ്പറയുണ്ട്, ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിനെ അടുക്കളയിൽ ഏൽപ്പിച്ചിട്ട് പോവുകയാണ് കേട്ടോ. ഇവരുടെ വിചാരം 9 മണിയാകുമ്പം ഇവർക്ക് ഔട്ടിങ്ങിന് പോകാൻ അച്ചമ്മ സമ്മതിക്കുന്ന. അപ്പോഴത്തേക്കും അച്ചമ്മ വേറെ മുട്ടം പണി പുറകെ കൊണ്ടുവരുമല്ലോ. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രവീന്ദ്രൻ വരുമ്പോൾ അച്ചമ്മ ഇങ്ങനെ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് അച്ചമ്മേനെ കണ്ട ഉടനെ രവീന്ദ്രൻ ചോദിച്ചു, അല്ല മോനെ നിനക്ക് രവീന്ദ്രൻ ചോദിച്ചു, അല്ല അച്ചമ്മ സോറി അമ്മയ്ക്ക് ആരും ചായ കൊണ്ട് തന്നില്ല എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഇല്ലടാ അത് സാരമില്ല എന്ന് പറഞ്ഞപ്പോ, ഇതേ അവിടെ ശ്രുതി ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ, ഞാൻ പോയിപ്പോ എടുത്തോണ്ട് വരാം അമ്മയെന്നും പറഞ്ഞ് രവീന്ദ്രൻ പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും, വേണ്ട നീ പോകണ്ട. അല്ല, രേവതി കിച്ചണിൽ കയറുമ്പം എല്ലാരും ഇവിടെ ഇരുന്ന് ഓർഡർ ചെയ്യല്ലേ ചെയ്യണത്. അപ്പൊ നമ്മക്കും ഇവിടെ ഇരുന്ന് ഓർഡർ ചെയ്യാം, അത് മതി. ശ്രുതി ഇവിടെ 2 ചായ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അടുക്കളയിൽ ഇരുന്നിട്ട് അവരുടെ ഒരു ചായ, എല്ലാത്തിനും ഞാൻ പാഷാണം കലക്കി കൊടുക്കും, അതാ വേണ്ടത്. എന്നിട്ട് പതുക്കെ നമ്മുടെ ശ്രുതി പറഞ്ഞ്, ചായ റെഡി ആയിക്കൊണ്ടിരിക്കുക അച്ചമ്മേ. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, ഈ അമ്മയുടെ ഒരു കാര്യം, ഇങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള പിള്ളേർ നല്ല ശീലം പഠിക്കൂട്ടോ ഉടനെ തന്നെ. അതേ, ഞാൻ നല്ല ശീലം പഠിപ്പിച്ചിട്ടേ പോകൂ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അടുക്കളയില് ചായയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പൊ പെട്ടെന്ന് സച്ചി വന്നു, അച്ചമ്മക്കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട്. അല്ല, രാവിലെ കുളിച്ചൊരുങ്ങി സുന്ദരിയായിട്ട് ഇരിക്കുവാണല്ലോ. അപ്പോഴത്തേക്കും വർഷയുണ്ട് കേട്ടോ. അപ്പൊ അച്ചമ്മ പറഞ്ഞു, പ്രായം കൂടിയാലും പഴയ ശീലങ്ങളൊന്നും മറന്നിട്ടില്ല, അതാ എന്റെ രക്തത്തിന്റെ ഗുണം, ആ പഴയ ശീലങ്ങൾ ഇപ്പോഴും ഉണ്ട്. അപ്പോഴത്തേക്കും സോറി കേട്ടോ, നമ്മുടെ സച്ചി അല്ല വന്നത്,
ശ്രീകാന്തും വർഷയാട്ടോ വന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ, ശ്രുതി ദേ ചായയുടെ എണ്ണം കൂടിയിട്ടോ, 2 കൂടെ എടുത്തോ, മൊത്തം 4 ചായ. അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു, ഞാൻ പോയി എടുത്തോണ്ട് വരാം. അതെ, ഞങ്ങക്ക് ചായയൊക്കെ പോയി എടുത്തോണ്ട് വരാൻ അറിയാം മോനെ. അത് അറിയാൻ മേലാഞ്ഞിട്ടല്ലാട്ടോ, ചായ ഇവിടെ വരണം. അങ്ങനെ ഇവിടെ എല്ലാവരും ചായ കുടിച്ചാൽ മതി. അപ്പൊ നമ്മുടെ ശ്രീകാന്ത് പതുക്കെ വർഷയുടെ അടുത്ത് എന്നിട്ട് പറയാ, അതെ, നമ്മൾ ഇതിൽ ഒന്നിനും ഇടപെടണ്ട. നമുക്ക് ഗ്യാലറിയിൽ ഇരുന്ന് കളി കണ്ടാൽ മാത്രം മതി, അതായിരിക്കും നല്ലത്. അപ്പോഴത്തേക്ക് നമ്മുടെ സുധി ഇറങ്ങി വന്നു അച്ഛമ്മേന്ന് വിളിച്ചുകൊണ്ട്. അപ്പോഴത്തേക്കും സുധിയോട് അച്ഛമ്മ പറഞ്ഞു, അതെ, കുറെ നേരം ആയാലും നിന്റെ ഭാര്യയോട് ചായ ചോദിച്ചിട്ട്, നിന്നെ കൊണ്ട് കൊള്ളാഞ്ഞിട്ടാ. അവക്ക് ഇത്ര താമസവും ധിക്കാരവും. അവളോട് പെട്ടെന്ന് ചായ എടുക്കാൻ പറ. അയ്യോ, അവക്ക് ധിക്കാരമൊന്നുമില്ല, അവളൊരു പാവം അച്ഛമ്മേ. അയ്യോ പാവം, പഞ്ചപാവ, എനിക്കറിയാം. അച്ഛമ്മയുടെ ചിട്ടകളൊക്കെ അവളോട് ഞാൻ വേണ്ട വിധത്തിൽ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചോളാം. പറഞ്ഞു കൊടുത്താലേ അവക്കും കൊള്ളാം, നിനക്കും കൊള്ളാം. ഇല്ലെങ്കിൽ രണ്ടുപേരും പെടാപ്പാട് പെടും. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ചായയൊക്കെ ആയിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ചായയൊക്കെ ആയിട്ട് വന്നു. ഇന്ന ശ്രുതി ചായ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിക്ക് തന്നെ ആദ്യം ചായ കൊടുക്കുക. അപ്പം നമ്മുടെ അച്ഛമ്മ പറഞ്ഞു, അതെ, ഇവന് പ്രത്യേകം കൊടുക്കാൻ എന്താ, ഇവിടെ പെണ്ണ് കാണൽ ചടങ്ങ് നടക്കുകയാണ്. ചായയല്ല ഇവിടെ കൊണ്ട് വെച്ചേ, മര്യാദയ്ക്ക് ഇവിടെ കൊണ്ട് വെക്കാനാ പറഞ്ഞത്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ചായ അവിടെ വെച്ചു കേട്ടോ. കാരണം അവിടെ രവീന്ദ്രനും അച്ഛമ്മയൊക്കെ ഇരിക്കുമ്പം പെട്ടെന്ന് ശ്രുതിക്ക് ഒരു ചായ കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ചായ അവിടെ കൊണ്ടുവച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് ചായ ഇങ്ങനെ എടുത്തു. ഒരെണ്ണം വർഷയ്ക്ക് കൊടുത്തു, ശ്രീകാന്ത് എടുത്തു, അച്ഛമ്മ എടുത്തു, രവീന്ദ്രൻ എടുത്തു. അങ്ങനെ ചായ കുടിക്കാനും തുടങ്ങി കേട്ടോ. ചായ കുടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് രവീന്ദ്രൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല. കാരണം രേവതി ഉണ്ടാക്കുന്ന ചായയുടെ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ല. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ആണെങ്കിലോ, അയ്യോ ആഹാ, എന്തൊരു രുചി, എന്തൊരു കടുപ്പം, ഇത്രയും നല്ലൊരു ചായ ഞാൻ എൻ്റെ ജീവിതത്തിൽ കുടിച്ചിട്ടില്ല. അപ്പൊ ശ്രുതി പറഞ്ഞു, താങ്ക് യു. പക്ഷെ വർഷയ്ക്കും അച്ചമ്മയ്ക്കും ഒന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പൊ അച്ചമ്മ പറഞ്ഞു, അയ്യേ, ഇതാണോ ചായ? ഇത് കുടിച്ചിട്ട് ചായ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. വായി വെക്കാൻ കൊള്ളാത്ത ഈ കാടി വെള്ളത്തിനെയാണോ നീ പുകഴ്ത്തിയത്? ഇതിന് ചായ എന്നല്ല പറയുന്നത്, കാടിവെള്ളം. ഇത് പശുവിന് പോലും ഉണ്ടാക്കി കൊടുത്താൽ കുടിക്കത്തില്ലല്ലോ. എന്തൊരിത്, ഭാര്യനെ പുകഴ്ത്തി പറയുകയാണല്ലേ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ശ്രുതി ഇങ്ങനെ മാറി നിന്നപ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു, അല്ല, എന്തു പറ്റി, മോക്ക് വിഷമമായോ? അയ്യോ, മോള് വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അമ്മയുടെ പഴയ സ്വഭാവമാണെങ്കിലേ ഈ ചായയൊക്കെ എടുത്ത് പുറത്തെറിയും, നല്ല ചായ അല്ലെങ്കിൽ. അപ്പോഴത്തേക്ക് അച്ഛമ്മ പറഞ്ഞു, അതിപ്പോഴും ചെയ്യാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല. ഈ സ്ഥാനത്ത് ചന്ദ്രേങ്ങാണോ ആണെങ്കിലേ ഞാൻ ഈ ചായ എടുത്ത് തോട്ടിലെറിഞ്ഞേനെ. അതെ, അച്ഛമ്മ പറഞ്ഞത് ശരിയാ, അമ്മയെങ്ങാണോ ആണെങ്കിൽ എടുത്ത് തോട്ടിലെറിഞ്ഞേനെന്ന് ശ്രീകാന്ത്. അപ്പൊ അച്ഛമ്മ പറഞ്ഞു, ഇവിടെ ചായ ഉണ്ടാക്കി നമ്മുടെ ശ്രുതിമോളല്ലേ, അറിയാൻ മേലാത്ത ജോലി ചെയ്ത ഈ പാവത്തിനെ ഞാൻ വെറുതെ എന്തിനാ കുറ്റപ്പെടുത്തുന്നത്? അങ്ങനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് ശരിയാവില്ലല്ലോ, പാവം. അതുകൊണ്ട് എല്ലാവരും ഇന്ന ദിവസത്തേക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുടിക്കുക. തേയിലയ്ക്കും പഞ്ചസാരയ്ക്കും പാലിനൊക്കെ എന്താ വില. പിന്നെ കാശ് കൊടുത്താൽ കിട്ടുന്നതല്ലല്ലോ ഈ ചായ. അതുകൊണ്ടാണ് ഞാനിത് കളയാത്തത്. ശ്രുതിമോൾ ഉണ്ടാക്കിയ ചായ കാശ് കൊടുത്താൽ പോലും കിട്ടത്തില്ല. അപ്പൊ അതൊരു കാശിനും കൊള്ളത്തില്ല എന്നാട്ടോ പറയുന്നത്. ഈ ഒരു സമയത്താണ് നമ്മുടെ അച്ഛമ്മ, അയ്യോ പറയാൻ മറന്നുപോയി, സച്ചിക്ക് രേവതിക്കും ചായ കൊടുത്തോ? അവർക്ക് കൊണ്ട് ചായ കൊടുക്കുക. അയ്യോ, അവർക്ക് അടുക്കള വന്ന് എടുക്കത്തില്ലേ? രേവതി എങ്ങനെ അടുക്കള വന്ന് എടുക്കും? അത് പറ. അത് സച്ചി വന്ന് അവക്കും കൂടെ ഉള്ളത് എടുത്തോണ്ട് പോട്ടെ. അതൊന്നും പറ്റത്തില്ല, അവർക്കുള്ള ചായ നീ കൊടുത്തേ പറ്റൂ. നീ ഒരു കാര്യം ചെയ്യ, രേവതിക്ക് ചായ കൊണ്ട് കൊടുത്ത്. പിന്നെ രേവതി ഉണ്ടാക്കുമ്പോൾ നിങ്ങളെല്ലാം ഇരുന്നിടത്ത് തന്നെ ഇരുന്ന് ആജ്ഞാപിക്കുകയല്ലേ ചെയ്യുന്നത്. അവക്ക് വയ്യാത്തപ്പം അവൾ ഇരിക്കുന്നിടത്ത് തന്നെ അവക്ക് വേണ്ടതെല്ലാം കൊണ്ട് കൊടുക്കണം. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അതല്ലേ അതിന്റെ മര്യാദ. അതല്ലേ മോളെ, അതല്ലേ നീ പറ, ശ്രുതി പറ, അതല്ലേ ഇതിന്റെ ന്യായം. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, വയ്യാത്തത് കൊണ്ട് ചായയൊക്കെ കൊണ്ട് കൊടുക്കേണ്ടത് തന്നെയാ. പക്ഷെ അത് സച്ചിക്ക് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, അത് രേവതിക്ക് കൊടുത്താ പോരെ. അല്ല, രേവതി ഈ വീട്ടില് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ല. അതെ, ഞാൻ പറയുന്നതിന്റെ ന്യായം ഒന്നും നിങ്ങൾ അന്വേഷിക്കണ്ട. ഈ അച്ഛമ്മ പറയും, നിങ്ങൾ അനുസരിക്കും. പറയുന്നത് മര്യാദയ്ക്ക് അനുസരിച്ചോണം. അല്ലാതെ വേറെ എന്തെങ്കിലും ഇവിടെ പറഞ്ഞു കഴിഞ്ഞാല്, അതെ ശ്രുതി, അച്ഛമ്മ പറയുന്നത് കേട്ടില്ലേ, നീ ചെന്ന് ചായ എടുത്ത് കൊടുക്ക എന്നിങ്ങനെ ശ്രുതിയും പറഞ്ഞു കേട്ടോ. ശ്രുതി അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്ന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. കാരണം അച്ഛമ്മ ഇവിടെ കിടന്ന് വീണ്ടും കുറേ അഭ്യാസങ്ങൾ എടുക്കുന്ന ശ്രുതിക്ക് അറിയാം. ശ്രുതിക്ക് അച്ഛമ്മയുടെ സ്വഭാവം ഏകദേശം അറിയാവുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം നമ്മുടെ ശ്രുതി പറഞ്ഞത്, ശ്രുതിയോട് നീ പെട്ടെന്ന് കൊണ്ട് കൊടുക്കാൻ. പിന്നെ അവിടെ നിർത്തിയിട്ടുണ്ട്, പിന്നെ ശരിയാവത്തില്ലെന്ന് ശ്രുതിക്ക് മനസ്സിലായി. ശ്രുതി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷം ഇങ്ങോട്ട് വന്നിട്ട്, ആഹാ കൊള്ളാലോ അച്ഛമ്മ. അല്ല, അച്ഛമ്മ എന്താ ഇങ്ങനെ എന്നോട് പെരുമാറാത്തത്? നിന്നോടും ഇപ്പൊ ഇങ്ങനെ പെരുമാറണമെന്നോ ഉണ്ടോ? നീയും രേവതിയെ പോലെ കുറച്ച് മിടുക്കിയാണ്, അതെനിക്കറിയാം. അതുകൊണ്ടാണ് നിന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യിപ്പിക്കാത്തത്. കുറച്ച് കഴിയുമ്പോ എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുവോ ഇനി? അത് ചിലപ്പം ചെയ്യിപ്പിക്കാതിരിക്കാം. അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല എന്ന് പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് ശ്രീകാന്തും
വർഷം ചിരിച്ചങ്ങ് പോവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് രേവതിനെ സച്ചിനെയാ. അങ്ങനെ രേവതിനെ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് രേവതി പറയും, ഇതൊരു ജോലി ആയല്ലേ സച്ചേട്ടാ? ഏയ് ജോലിയോ? ഇതെന്റെ കടമയല്ലേ, നിന്റെ കെട്ടിയവനായി ഞാനല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പൊ ഇതൊരു കടമ തന്നെയാ. നിന്നെ ഈ അവസ്ഥയിലാക്കി അവനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അതിന്റെ വിഷമം എനിക്കുണ്ട്. ആ ഏതായാലും ഉടനെ തന്നെ ഞാൻ കണ്ടെത്തും. കുറച്ചുകൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു ദിവസം ഞാൻ അവനെ പിടിക്കും. പിടിച്ചിട്ടുണ്ടല്ലോ, 8ന്റെ പണി തന്നെ കൊടുക്കും. ഏതായാലും ഈ സമയത്താണ് നമ്മുടെ ശ്രുതി 2 ഗ്ലാസ് ചായയുമായിട്ട് സച്ചിയുടെ രേവതിയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. സച്ചി ഞെട്ടി പോവാണ് കേട്ടോ. എന്താ ഈ കാണുന്നത്? അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കുന്നു. ശ്രുതിയാണ് അതിലും വലിയ അവസ്ഥയിൽ ചമ്മി നാറി വിളറി നിൽക്കുന്നു. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായി പെട്ടെന്ന് വരാം. അപ്പൊ അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യാൻ. നയനയുടെയും ആദർശിന്റെയും കഥയാണ്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ റിയൽ സ്റ്റോറിക്കകത്ത് അലീനയുടെ കഥ വിടുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കല്ലേ.